മലപ്പുറം താനൂർ ബീച്ച് റോഡിൽ ഓടുന്ന ബസ്സിന് മുന്നിൽ ബൈക്ക് നിർത്തി യുവാവിന്റെ പരാക്രമം. ബസ് ബ്രേക്ക് ഇട്ടപ്പോൾ കുട്ടികളടക്കമുള്ളവർക്ക് പരിക്കേറ്റു. തോന്നിയാസം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഏതായാലും ആർക്കും പരിക്കൊന്നുമില്ലാത്തത് വലിയ കാര്യം. ആ സ്ത്രീകളടക്കം ആ ബസ് ബ്രേക്ക് ഇട്ടപ്പോൾ മുന്നിലേക്ക് വീഴുന്നതും കുഞ്ഞു കരയുന്നതും ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ ബൈക്ക് ഓടിച്ചവനാട്ടെ ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. എന്താണ് ഉണ്ടായത്? വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. താനൂർ ബീച്ച് റോഡിലാണ് ഈ പരാക്രമം, യുവാവിന്റെ ഭാഗത്തുനിന്നുള്ള പരാക്രമം ഉണ്ടായത്. ഓടുന്ന ബസ്സിന് മുന്നിൽ ഈ ബൈക്ക് കൊണ്ടുപോയി അപ്രതീക്ഷിതമായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ സഡൻ ബ്രേക്ക് ചെയ്ത ബസ്സിലുണ്ടായിരുന്ന ആളുകളും ആ കുട്ടികളടക്കമുള്ള യാത്രക്കാർ തെറിച്ചു വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കുട്ടികളൊക്കെ ഒച്ച വെച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നാലെ ഈ യുവാവിനെതിരെ കേസെടുക്കാൻ വേണ്ടി പരാതിയുമായിട്ടൊക്കെ പോയെങ്കിലും യുവാവിന്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഈ പരാതിയിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഈ ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട്, ബസ് നിർത്താത്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഭാഗത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് യുവാവ് ഈ ബസ്സിന് മുമ്പിൽ വിലങ്ങിട്ട് നിർത്താൻ ശ്രമിച്ചതും യുവാവിന്റെ പരാക്രമം ഉണ്ടാവുന്നതും ഈ യാത്രക്കാർ ഏറെ പ്രയാസം നേരിട്ടതും. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കർശനമായ നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബിഞ്ചു, മഹേഷ്, ഇത് ആരാണെന്ന് വ്യക്തമായോ? യുവാവിന്റെ അവിടെ പരിസരത്തുള്ള നാട്ടുകാരനായ യുവാവ് തന്നെയാണ്. പക്ഷേ പോലീസ് കേസ് എടുത്തിട്ടില്ല. യുവാവിനെതിരെ FIR ഇട്ടിട്ടില്ല. കാരണം ഈ ബന്ധുക്കളും ഈ ബസ്സിൽ ഉണ്ടായിരുന്നവരൊക്കെ ചേർന്ന് അത് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. FIR ഇട്ട് കേസിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ എല്ലാം ഭീതിയിലാകുന്ന രീതിയിലായിരുന്നു. തീർച്ചയായിട്ടും മഹേഷ്, കേസെടുക്കണോ വേണ്ടോ എന്നുള്ളത് പോലീസ് തീരുമാനിക്കട്ടെ. ഏതായാലും ഈ ദൃശ്യങ്ങൾ തന്നെ എല്ലാം വ്യക്തമാക്കുന്നുണ്ട്.